ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അധികം മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2-3 കരയാമ്പു, 2 ഏലക്ക എന്നിവ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊട്ടി വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസുള്ള സവാള നീളനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി വരും. ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സവാള ഇങ്ങനെ പച്ച കടിക്കാതെ പെട്ടെന്ന് തന്നെ അതൊന്ന് വെന്ത് വഴണ്ടി വരും. ഇപ്പോൾ ഇവിടെ സവാള ഒരു പകുതിയോളം വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ എരിവിനായിട്ട് മുളക് പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 5 അല്ലി വെളുത്തുള്ളിയും നന്നായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം സവാള ആവാനായിട്ട്. അപ്പോൾ നമുക്ക് കറി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നാളികേരം പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ 1/2 മുറി നാളികേരം മുഴുവനായിട്ട് ചെരുകിയെടുത്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ കറക്കിയെടുക്കുക. അതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ള പാലാണിത്. അതായത് നല്ല കട്ടി പാലാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു കപ്പ് പാൽ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാലിന് പകരം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് നന്നായി അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നാളികേരം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ലോയിൽ വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് പോകാനായിട്ട് പാടില്ല. അപ്പോൾ പാലൊക്കെ ആകെ പിരിഞ്ഞു പോവും. ചെറുതായിട്ടൊന്ന് ചൂടാവാനായിട്ട് പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും ലൂസായിട്ട് കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മാത്രം. അതിനുശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. അപ്പം മുട്ട ഒന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നടുമുറിച്ചിട്ടായാലും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.